ചോദ്യപേപ്പർ ചോർച്ചയിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 6 അംഗ സംഘം 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. റിട്ടയേർഡ് അധ്യാപകൻ ചോദ്യപേപ്പർ MS സൊല്യൂഷന് കൈമാറിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പരീക്ഷ വീണ്ടും നടത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായി രൂപീകരിച്ചു. 1 മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സാജു, കടുത്ത നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊപ്പം വകുപ്പുതല അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണോ വിദ്യാഭ്യാസ മന്ത്രി? ദിവ്യ, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സമാന്തരമായി തന്നെ വകുപ്പ് തലത്തിൽ വളരെ ഗൗരവത്തിലുള്ള ചർച്ച നടത്താനാണ് ഇന്ന് ചേർന്ന ഉന്നത വിദ്യാഭ്യാസ നേതൃത്വത്തിന്റെ യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ A. ഷാനവാസ് IASന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സമിതി അന്വേഷിക്കും. ഈ സമിതിയിലെ മറ്റ് 5 അംഗങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. ഡെപ്യൂട്ടി അഡീഷണൽ ഡയറക്ടർ മീനാംബിക, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരീക്ഷാ ഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ അടക്കമുള്ളവരാണ് ഈ സമിതിയിൽ ഉള്ളത്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൽ പരീക്ഷാ നടത്തിപ്പ് എങ്ങനെ കുറ്റമറ്റതാക്കാം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. നിലവിലുള്ള പരീക്ഷാ സമ്പ്രദായത്തിലെ പാളിച്ചകൾ അതടക്കമുള്ളവ പരിശോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കുന്നതായിരിക്കും. അതായത് അടിമുടി ഒരു പരിഷ്കരണത്തിലേക്ക് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഇല്ലാതെ പോകുകയോ അല്ലെങ്കിൽ അതിനെയൊക്കെ ലഘൂകരിച്ചോ വിദ്യാഭ്യാസ മന്ത്രി കടന്നുപോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 11-ാം തീയതിയും 12-ാം തീയതിയുമാണ് ഈ ചോദ്യപേപ്പറുകളുടെ ചോർച്ച നടന്നിട്ടുള്ളത്. പക്ഷേ 16-ാം തീയതി ആയിട്ടും അതിനകത്ത് ഒരു FIR ഇല്ല. 14-ാം തീയതി തന്നെ വിദ്യാഭ്യാസ മന്ത്രി ചോർച്ച സ്ഥിരീകരിച്ചതാണ്. എന്നിട്ട് പോലും ഇപ്പോഴും FIR ഇട്ടിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് 2 ദിവസം മുമ്പാണല്ലോ പരാതി കൊടുത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചോർച്ച എവിടെ സംഭവിച്ചു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വിശദീകരണത്തിലുണ്ട്. റിട്ടയർഡ് അധ്യാപകൻ വഴിയാണ് MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിന് ഇതിന്റെ വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ്. ഇതെങ്ങനെ വന്നു എന്നതാണ് ഇനി അറിയേണ്ട ചോദ്യം. വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളുകളിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചോദ്യപേപ്പറുകൾ എത്തുന്നുണ്ട്, അവിടുത്തെ സുരക്ഷയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന ചോദ്യമാണ് അതിന് അദ്ദേഹം ഉന്നയിക്കുന്നത്. മറ്റൊരു മന്ത്രി മറുപടി കൃത്യമായി പറയാത്ത ഒരു കാര്യം, ഓണപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് അന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ശുപാർശയുണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ വകുപ്പ് തലത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സമാന്തരമായി വകുപ്പ് തല അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിവരങ്ങളാണ് KR സാജു നൽകി.